ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഒരു തിരക്കേറിയ ദിവസമാണ്. എനിക്കൊരു കേക്ക് ചെയ്ത് കൊടുക്കാനുണ്ട്. ഒപ്പം തന്നെ ഇശലിന് വയ്യ, ഒരു ഹോസ്പിറ്റൽ കേസുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ കേക്കിൻ്റെ ഓർഡർ എനിക്ക് പെട്ടെന്ന് വന്നിട്ടുള്ളതായിരുന്നു. ഞാൻ ഒഴിവാക്കാൻ പറ്റാത്തൊരു ഓർഡർ ആയത് കാരണം ഞാൻ എടുത്തിട്ടുള്ളതാണ്. കാരണം എപ്പോഴും എനിക്കാണ് കേക്കിൻ്റെ ഓർഡർ തരാറുള്ളത്. അപ്പോൾ എന്തായാലും അത് ചെയ്ത് കൊടുക്കാതെ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും അതൊന്ന് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ കേക്കിൻ്റെ പരിപാടിയിലേക്ക് കടന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഞാൻ ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേക്ക്. അതിൻ്റെ ഫൈനൽ കോട്ടിംഗ് ആണ് കേട്ടോ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കേക്ക് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേക്കാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ചേച്ചി അനിയത്തിക്ക് കൊടുക്കുന്ന ഒരു കേക്കാണ്. ഒരു വിജയത്തിൻ്റെ ഭാഗമായിട്ട്, സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ചേച്ചി അനിയത്തിക്ക് വേണ്ടി സർപ്രൈസ് ആയിട്ട് കൊടുക്കുന്ന ഒരു കേക്കാണ് കേട്ടോ. അപ്പോൾ എനിക്ക് അത് കേട്ടിട്ട് എനിക്ക് ഒഴിവാക്കി വിടാനൊരു മടിയായിരുന്നു. നമ്മുടെ ബുദ്ധിമുട്ട് എന്തിനാണ് അവരെ കൂടെ അറിയിക്കുന്നതെന്ന് വെച്ചിട്ട് ഞാൻ എന്തായാലും ആ ദൗത്യം ഏറ്റെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കൺഗ്രാറ്റ്സ് തങ്കു എന്നാണ് എഴുതാനുള്ളത്. അത് എഴുതി കൊടുത്തു കേട്ടോ. വലിയ ആഡംബരമൊന്നുമില്ലാതെ ചെറിയ രീതിയിൽ തന്നെ നമ്മൾ ഒരു ഡിസൈനൊക്കെ കൊടുത്ത് ഒന്ന് കംപ്ലീറ്റ് ചെയ്തെടുക്കാൻ നോക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് റെഡ് കളർ സ്മോൾ ഷുഗർ ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടും എനിക്ക് ലുക്ക് അങ്ങ് കംപ്ലീറ്റ് ആയില്ല എന്നൊരു തോന്നലുണ്ട് കേട്ടോ. അങ്ങനെ ശേഷം ഞാൻ അടുത്ത കലാപരിപാടിയിലേക്ക് പോയിട്ടുണ്ട്. അതും കാണാം. അങ്ങനെ ഞാൻ റെഡ് കളർ ബോൾസ് വെച്ച ശേഷം പിന്നെ നമ്മൾക്ക് സ്മോൾ ഗോൾഡൻ ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത്, ഷുഗർ ബോൾസ്. അപ്പോൾ അതും കൂടെ വെച്ചപ്പോൾ കുറച്ചുകൂടെ അട്രാക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിന് ശേഷം കുറച്ച് ഹേർട്ടിൻ്റെ ഷുഗർ ബോൾസും കൂടെ വെക്കുമ്പോൾ ഇനിയും അട്രാക്റ്റ് ആകും. എന്തായാലും ചേച്ചി അനിയത്തിക്ക് കൊടുക്കുന്നതല്ലേ, കുറച്ച് അട്രാക്റ്റീവ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. എന്നാൽ ഒരു സിമ്പിൾ കേക്കുമാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മുടെ കേക്ക് ഒരു 1/4 ഭാഗം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കംപ്ലീറ്റ് ആവും കേട്ടോ. കുറച്ച് ഹേർട്ടും കൂടെ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഒരു സമാധാനം, കണ്ടപ്പോൾ തന്നെ ഒരു സന്തോഷം. എന്തായാലും സ്നേഹത്തിൻ്റെ ഭാഗമല്ലേ, കുറച്ച് ഹേർട്ടും കൂടെ ഇരുന്നോട്ടെ. ഹേർട്ടും കൂടെ വെച്ചപ്പോൾ കുറച്ച് കംപ്ലീറ്റ് ആയൊരു ലുക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായോ കേക്ക്? എന്നാൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ അവസാനം ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഫൈനൽ ഔട്ട്പുട്ട് എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്തേക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ഇനി ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയാവണം. ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് അടുത്ത മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോവാണ് കേട്ടോ. മോളുടെ കാലിൽ ഇങ്ങനെ ഒരു കുരു വന്നതാണ്. പിന്നെ ഉപ്പിട്ട് വെള്ളം വെച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുന്നുണ്ട്. ഇനി ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി എന്തായാലും ഡോക്ടറെ കാണിച്ചിട്ട് നമുക്ക് എന്തായാലും മരുന്ന് വാങ്ങിക്കണം. നല്ല പനിയും ഉണ്ട് ആളിന്. ഒരേ കിടത്തം തന്നെയായിരുന്നു. സ്കൂളിലും പോകാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ തുടച്ച സമയത്ത് ആ പഴുപ്പൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഇങ്ങനെ തുടയ്ക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുത്തിപ്പഴുത്തതിൻ്റെ പനിയും അതുപോലെ ഈ കുരുവിൻ്റെ വേദനയും അത് തൊടാനേ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്കും ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. നമുക്കിനി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം. മോളെ സംബന്ധിച്ച് ഒരു നിമിഷം ഇച്ചിരി ആവുകയാണെങ്കിൽ എണീച്ച് നടക്കും. ആ ഒരു കൂട്ടത്തിലുള്ളതാണ് കേട്ടോ. പക്ഷേ ഇത് കിടന്ന കിടക്കയിൽ നിന്ന് എണീക്കുന്നതുമില്ല. വേദന കാരണം കരച്ചിലും സഹിക്കാൻ പറ്റുന്നില്ല. അത് കണ്ടപ്പോഴാണ് എന്നെ കൂടുതൽ ടെൻഷനാക്കിയത് കേട്ടോ. ഈ കാല് പഴുത്തതിൻ്റെ ചൂടാണ് ഈ ദേഹം മുഴുവനങ്ങുള്ളത് കേട്ടോ. അത് കാരണം ഒരു ആഹാരം കഴിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈശലിന് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഭയങ്കര വേദനയാണ് കേട്ടോ. ഇത് തുടയ്ക്കുന്ന സമയത്തായാലും നടക്കുന്ന സമയത്തായാലും ഈശലിന് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു ഈശലിൻ്റെ കാര്യം കണ്ടിട്ടും.
ഈ ഈ ഒരു കരച്ചിലും വിളിയും നിർബന്ധവും ഒക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു ഇശലിൻ്റെ കാര്യത്തിൽ. കണ്ടോ, നടക്കാൻ പോലും പറ്റുന്നില്ല ഒരാളുടെ സപ്പോർട്ടില്ലാതെ. വീട്ടിൽ നടക്കുന്നേ ഉണ്ടായിരുന്നില്ല, ഹോസ്പിറ്റലിലായതുകൊണ്ട് അവൾ നടക്കാമെന്ന് പറഞ്ഞിട്ട് നടത്തിക്കൊണ്ട് പോവുകയാണ് കേട്ടോ. നമുക്ക് ഇനി നേരെ പോയി OP ടിക്കറ്റൊക്കെ എടുത്ത് ഡോക്ടറെ കണ്ടിട്ട് വരാം. കാലിലാണെങ്കിൽ നല്ല നീരുമുണ്ട്. അവളുടെ സങ്കടവും കരച്ചിലും കണ്ടിട്ട് എനിക്ക് നല്ല വിഷമാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും ദുആയിൽ എൻ്റെ പൊന്നു മോളെ കൂടെ ഉൾപ്പെടുത്തിയിരിക്കണം കേട്ടോ. ഇപ്പോൾ മഴ സമയമാണല്ലോ, അപ്പോൾ എല്ലാവർക്കും പനിയുടെ സീസണാണ്. ഹോസ്പിറ്റലിൽ പോയപ്പോഴും ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് എല്ലാ കരുതലോടും കൂടി തന്നെയാണ് പോയിട്ടുണ്ടായിരുന്നത്. 2 പേർക്കും മാസ്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പാവം 2 പേരും എടുത്ത് വെച്ചു കേട്ടോ മാസ്കൊക്കെ. അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണാൻ കയറി. ഡോക്ടറെ കണ്ടു. വേറെ കുഴപ്പമൊന്നുമില്ല, ഇതൊരു അണുബാധയാണ്, പേടിക്കാനൊന്നുമില്ല. ഈ ഉപ്പിട്ട് ചൂടുവെള്ളത്തിൽ തുടച്ചു കൊടുക്കുന്നത് ഇനിയും കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് മെഡിസിൻസൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്നപ്പോൾ മെഡിസിൻസ് വാങ്ങിക്കാൻ ഫാർമസിയിൽ വന്നപ്പോൾ കുറച്ച് മെഡിസിനേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് പുറത്തുനിന്നാണ് എടുക്കാനുള്ളത്. അങ്ങനെ അതൊക്കെ എഴുതി തന്ന് നമ്മളതെല്ലാം വാങ്ങിച്ചു. ഇശലിന് അത്രയും സമയം നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് പൊന്നൂസ് അവളെ കൊണ്ട് സൈഡിൽ ഇരുത്തിയിട്ട് മോൾ എടുക്കുന്ന വീഡിയോസാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പുറപ്പെടാം കേട്ടോ. ഇപ്പോഴത്തെ ക്ലൈമറ്റ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ക്ലൈമറ്റാണ് കേട്ടോ. ഇടവിട്ട മഴയും വെയിലും ഒരുമിച്ചാണ് ഉണ്ടാവുന്നത്. എപ്പോഴും മഴ പെയ്യുമെന്നോ എപ്പോഴും വെയിലാണെന്നോ നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. അപ്പോൾ ഇമ്മ്യൂണിറ്റി പവറൊക്കെ കുറഞ്ഞ മക്കളാണെങ്കിൽ ഭയങ്കര പാടാണ്. അടുത്തൂടെ പോയാൽ മതി ഒരു അസുഖം, നമുക്ക് അത് പെട്ടെന്ന് തന്നെ ഇങ്ങ് കിട്ടും. അപ്പോൾ മക്കളെയൊക്കെ മഴ നനയാതെ വളരെ നന്നായിട്ട് തന്നെ എല്ലാവരും ഒന്ന് കെയർ ചെയ്തോളൂ കേട്ടോ. ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ മൊത്തം പനിക്കാർ തന്നെയായിരുന്നു, ഭയങ്കര തിരക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ മോളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു മെഡിക്കൽ സ്റ്റോർ കാണുവാണെങ്കിൽ പറയണേന്ന്. അങ്ങനെ ഒരു മെഡിക്കൽ സ്റ്റോർ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സൈഡിൽ വണ്ടി ഒതുക്കിയിട്ട് ഞാൻ ഇറങ്ങിപ്പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടാത്ത മെഡിസിൻ മേടിക്കുവാണ് കേട്ടോ. അപ്പോൾ ആൾ കാറിനകത്തിരുന്നാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നതൊന്നും ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ മെഡിസിനൊക്കെ വാങ്ങിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇശലിന് നടക്കാൻ പറ്റാത്തത് കാരണം എനിക്ക് 2 പേരെയും കൂടെ കൊണ്ടുപോകാൻ പറ്റിയില്ല. പക്ഷേ കാറിലിരുത്തിയിട്ട് ഞാനങ്ങനെ പോകലില്ല. പക്ഷേ പോയിട്ട് എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഞാൻ പോയിട്ട് ഒരു 10 പ്രാവശ്യമെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ ഞാൻ മെഡിസിൻ എടുത്ത് തിരിച്ച് കാറിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകണം. കാര്യം കേക്ക് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പിക്കപ്പ് ഓർഡറാണ്. അപ്പോൾ പിക്ക് ചെയ്യാൻ ആൾ വരുന്ന സമയത്ത് നമ്മൾ എന്തായാലും വീട്ടിലുണ്ടാവണം. അപ്പോൾ നമ്മളിപ്പം നമ്മളത് വീട്ടിൽ എത്താറായിട്ടുണ്ട് കേട്ടോ. എവിടെയെങ്കിലും യാത്ര കഴിഞ്ഞ് വരുമ്പോൾ നമ്മളെ വീടെത്താറാവുമ്പോൾ നമ്മുടെ ഏരിയ എത്തുമ്പോൾ വല്ലാത്തൊരു സമാധാനമാണല്ലേ, ആ വീടെത്താറായി എന്നുള്ളൊരു സമാധാനം. അങ്ങനെ നമ്മളതേ വീടെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നാറുണ്ടോ? തോന്നുവാണെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടിപൊളി വീഡിയോസുമായിട്ട് ഉടനെ തന്നെ കാണാം കേട്ടോ, ഇൻഷാ അല്ലാഹ്.